ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്തൊരു കാര്യം ചോദിച്ചാലും അള്ളാഹു തആല ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട്. എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും, അങ്ങനത്തെ ഒരു സമയം. ആ സമയം ഏതാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇന്നത്തെ ക്ലാസ്. ചോദിക്കുന്നത് ദുനിയാവിൻ്റെ വിഷയമാവട്ടെ ആഖിറത്തിൻ്റെ വിഷയമാവട്ടെ നല്ലതാവണമെന്നേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചോദിക്കണം. എന്ത് നല്ലത് ചോദിച്ചാലും അള്ളാഹു തആല നമുക്കതിന് ഉത്തരം നൽകും. ആ സമയം ഏതാണെന്നറിയോ? പലരും ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ് ആ സമയം ഏത് എന്ന്. ആ സമയം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം പറയാം. ആദ്യം അത് പറയാം. നാം ഉറങ്ങാൻ വേണ്ടി കിടക്കുകയല്ലോ, രാത്രി സമയത്ത് ഉറങ്ങാൻ വേണ്ടി നമ്മൾ കിടക്കുകയല്ലോ. ആ കിടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശുദ്ധിയാവുക. വുളു ചെയ്ത് ശുദ്ധിയാവേണ്ട ആളാണെങ്കിൽ ഒരു വുളു ചെയ്യുക. അതല്ല, കുളിച്ച് ശുദ്ധിയാവേണ്ട ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ കുളിച്ച് ശുദ്ധിയാവുക. വലിയ ശുദ്ധിയുള്ള ആളാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവണം. ഇനി ചെറിയ ശുദ്ധിയുള്ള ആളാണെങ്കിൽ വുളു മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഉറക്ക് വരുന്ന സമയം വരെ നമ്മൾ ആ വുളു മുറിക്കരുത്, ആ ശുദ്ധി പോവരുത് എന്നർത്ഥം. അപ്പം ആ ശുദ്ധിയോടുകൂടി നമ്മൾ കിടക്കുകയും കിടന്നിട്ട് നമ്മുടെ ഉറക്ക് വരുന്ന സമയം വരെ നമ്മൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ദിക്റുകൾ ഏത് ദിക്റ് ചൊല്ലിയാൻ കുഴപ്പമില്ല. ദിക്റുകളും സ്വലാത്തുകളും നമുക്ക് ചൊല്ലാം, ഉറക്ക് വരുന്നത് വരെ ചൊല്ലാം. നമ്മൾ ആ ദിക്റിലും സ്വലാത്തിലുമായി അങ്ങ് ഉറങ്ങിപ്പോകണം. അങ്ങനെ ഉറങ്ങിയതിന് ശേഷം നമ്മൾ നേരം വെളുക്കുന്നതിന് മുമ്പ് എപ്പോഴാണോ എഴുന്നേൽക്കുന്നത്, ഒന്ന് ഉണരുന്നത്, ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിലേക്ക് ആ ഒരു ചിന്ത, എന്തെങ്കിലും റബ്ബിനോട് ചോദിക്കണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുക. തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം, അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങുന്നത് വരെ നമ്മൾ ശുദ്ധിയോടുകൂടിയായിരിക്കണം, ദിക്റ് ചൊല്ലിക്കൊണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത്, എഴുന്നേറ്റ സമയത്ത് ഉടൻ തന്നെ റബ്ബിനോട് അങ്ങ് ചോദിച്ചാൽ, അത് സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കണം എന്നൊരു ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തആല നമുക്ക് ആ സമയത്ത് ഉത്തരം നൽകിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ.